ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ചേരുന്നു തത്സമയം. ഡീൻ കുര്യാക്കോസ്, എന്തായാലും കോൺഗ്രസിന് ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിയമ പോരാട്ടം തുടർന്ന കോൺഗ്രസിന് എന്തായാലും ഒരു തരത്തിൽ സന്തോഷം നൽകുന്ന വിധിയാണ്. പക്ഷേ അതേസമയം തന്നെ 10 പേർ ഇപ്പോഴും കുറ്റവിമുക്തരാണ് എന്ന നിരാശ കൂടി പാർട്ടി നേതാക്കൾക്കുണ്ട്. താങ്കളുടെ ആദ്യ പ്രതികരണം? ഈ കേസിൽ ആദ്യ അവസാനം തുടക്കം മുതൽ വ്യക്തിപരമായി എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. അതായത് നമുക്കറിയാം 2019 ആണ് ഫെബ്രുവരി 17 ഈ സംഭവം ഉണ്ടായത്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാനായിരുന്നു. അപ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് അന്ന് കേരളത്തിൽ ഈ ഒരു കൊലപാതകം ഉണ്ടാക്കിയത് എന്നുള്ളത് ഞാൻ പറയേണ്ടതായിട്ടില്ല. ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സകലമാന ഗൂഢ ശ്രമങ്ങളും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖജനാവിൽ നിന്നും കോടികൾ മുടക്കി വക്കീലന്മാരെ നിയോഗിച്ച് സുപ്രീം കോടതി വരെ CBI അന്വേഷണം വേണ്ടെന്ന് വെപ്പിക്കാൻ അവർ ശ്രമിച്ചു. അതിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, മുൻ MLA ശ്രീ കുഞ്ഞിരാമൻ അടക്കം ഈ കേസിൽ പ്രതിയാണെന്ന് ഞങ്ങളടക്കം അന്ന് ആദ്യം മുതലേ പറയാണ്. ഈ കുഞ്ഞിരാമനെ ഉൾപ്പെടെ രക്ഷപ്പെടുത്താനാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണ്ടെന്ന് വെപ്പിക്കാൻ അവർ ശ്രമിച്ചത്. അത് നമുക്കിപ്പോൾ വ്യക്തമാവുകയാണ്. മൂന്നാമതായി ഇവിടെ ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായി വരുന്നത് ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇവിടെ കുറച്ചുപേരെ വെറുതെ വിടുന്നത് അതിനെ സംബന്ധിച്ച് ഗൂഢാലോചന എന്നുള്ള ഒരു പാർട്ടിൽ ചില ആളുകളെ ഇപ്പോൾ അതിൻ്റെതായ രീതിയിൽ തെളിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ്. അക്കാര്യത്തിൽ ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ടും പാർട്ടിയും അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പിന്നീട് ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു വിഷയം നമുക്കറിയാം. ഇത് എന്താണെന്ന് വെച്ചാൽ ആ 2 കുടുംബം ഏത് വിധത്തിലാണ്. ഇപ്പൊ ഞാൻ ഈ അവസരത്തിൽ സത്യനാരായണേട്ടനെയും പ്രിയപ്പെട്ട ശരത്തിന്റെ അച്ഛൻ അതുപോലെ കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണേട്ടനെയും ഞാൻ പ്രത്യേകമായി പരാമർശിക്കുകയാണ്. അവരുടെ പോരാട്ട വീര്യവും ആത്മവീര്യവും കേരളം എന്നും എക്കാലവും സ്മരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇക്കാലം അത്രയും പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിലുടനീളം വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. പിറ്റേ ദിവസം ഹർത്താലായിരുന്നു. കേരളം ആസകലം ആ ഹർത്താൽ വികാരവായ്പോടെ ഏറ്റെടുക്കുകയായിരുന്നു. 214 കേസാണ് എനിക്കെതിരെ പോലും ചാർത്തപ്പെട്ടത്. ഹൈക്കോടതിയുടെ ശാസന പോലും ഉണ്ടായി ഹർത്താൽ പ്രഖ്യാപിച്ചതിനെതിരെ. അപ്പൊ ഇങ്ങനെ ഇത്തരം ഒരു വിഷയത്തിൽ കേരളം ഒന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിനെതിരെ CPM-നെതിരെ ശക്തിയായി പ്രതികരിച്ചു. ആ പ്രതികരണത്തിന് ഇന്ന് വില കിട്ടിയിരിക്കുകയാണ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചിതാഭസ്മം വഹിച്ചുകൊണ്ട് അന്ന് പെരിയയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് ഞാനും അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന മഹേഷിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രയാണം ഞാൻ ഓർക്കുകയാണ്. കേരള ജനത എത്ര വികാര വായ്പോട് കൂടിയിട്ടാണ് അത് അന്ന് വരവേറ്റത്. ആ വികാരം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു റിസൾട്ടിലേക്ക്, അല്ലെങ്കിൽ അക്രമത്തിനെതിരായി കൊലപാതകത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ഒരു ആശ്വാസകരമാകുന്ന ഒരു വിധി നടപ്പിലാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി പരാമർശിച്ചു പോവുകയാണ്. അതോടൊപ്പം ഡീൻ, ഈ 2ാം പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു MLA എന്നത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ കേസിന്റെ അന്വേഷണത്തിലൊന്നും MLA-യുടെ പേര് പോലും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. MLA രക്ഷപ്പെടുത്താനാണ് ഇവർ ആദ്യം മുതൽ ശ്രമിച്ചത്. ആ MLA രക്ഷപ്പെടുത്താൻ വേണ്ടി അവര് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അഡ്വക്കേറ്റ് ആസിഫ് അലി സാറിനെ ഞാൻ പ്രത്യേകമായി സ്മരിക്കുകയാണ്. കാരണം ഹൈക്കോടതിയിലും അതുപോലെ സുപ്രീം കോടതിയിലൊക്കെയുള്ള ഈ കേസ് നടത്താൻ വേണ്ടി അദ്ദേഹം വഹിച്ചൊരു പങ്ക് ചെറുതല്ല. അതോടൊപ്പം തന്നെ സർക്കാർ ഈ കാര്യത്തിൽ ഒളിച്ചുകളി തുടർന്നു എന്ന് ഞാൻ പറഞ്ഞു. സർക്കാർ കോടികൾ ചെലവാക്കിക്കൊണ്ടാണ് ഈ CBI അന്വേഷണം വേണ്ടെന്ന് വെപ്പിച്ചത്. ഈ MLA ഉൾപ്പെടെ രക്ഷപ്പെടുത്താനായിരുന്നു അത്. അതെല്ലാം ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ഏതായാലും പ്രതികളെ രക്ഷപ്പെടുത്തിയവർ, ഗൂഢാലോചനയിൽപ്പെട്ടവർ, ഇനി CBIക്ക് പ്രതിയേർത്തതിൽ നിന്നും ഇപ്പോൾ കുറ്റവിമുക്തരാക്കപ്പെട്ട ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് നിയമപരമായി ആലോചിച്ചാണ് ബാക്കി കാര്യങ്ങൾ തുടർന്ന് ചെയ്യേണ്ടത്. വളരെയധികം നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് ഈ നിമിഷം പ്രതികരിച്ചതിന്.